നമുക്കൊപ്പം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള തത്സമയം ചേരുകയാണ്. ഗോവ ഗവർണർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നോ? ഓ, വളരെ വളരെ സന്തോഷം. കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. അതെ അതെ അതെ, ഞാൻ കാണുന്നുണ്ട് എപ്പോഴും ഗോവ ഗവർണർ ഓഫീസിൽ നിന്ന്. അതിനിടയിൽ എഴുത്തുള്ള നമ്മളെപ്പോഴും പറയാറുള്ളത് അങ്ങയെക്കുറിച്ച്, ഇതിനൊക്കെ എവിടെ നിന്നാണ് ഈ സമയം കിട്ടുന്നതെന്നാണ്. അതാ ഇപ്പോൾ 251, 252 നമ്പറുകളാണ്. 2 പുസ്തകങ്ങൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് 251-ാമത്തേതും 252-ാമത്തേതുമാണ്. എപ്പോഴാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുക? സജീവ രാഷ്ട്രീയ പ്രവർത്തനം, അതിനുശേഷം ഇപ്പോൾ ഗവർണർ പദവിയിൽ ഇത്രയും കാലമായി തുടരുന്നതിനിടയിലൊക്കെ. ഈ ഗവർണർ പദവിക്ക് പോകുമ്പോഴും അത് 2019 അന്നേരവും 124 പുസ്തകങ്ങൾ എൻ്റേതായി പുറത്ത് വന്നിരുന്നു. ഒന്ന് പ്രൈം മിനിസ്റ്ററിൻ്റെ 2017 ഒരു ഇംഗ്ലീഷ് പുസ്തകം, പിന്നെ ഡാർക്ക് ഡേയ്സ് ഓഫ് ഡെമോക്രസി, എമർജൻസിയെ പറ്റിയുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം അദ്ദേഹം തന്നെ അന്ന് അത് പ്രകാശനം ചെയ്തിരുന്നു. ഇതൊരു എൻ്റെ ചെറുപ്പം മുതൽ, ഞാനൊരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഗ്രാമീണനാണ്. പക്ഷെ പത്രം വായന അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലതും വായിക്കുകയും എഴുതുകയും ചെയ്യും. അതൊരു സിസ്റ്റം, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സിസ്റ്റമായി അന്നേ മാറിയിരുന്നു ചെറുപ്രായത്തിൽ തന്നെ. അതുകൊണ്ടാവാം കുറേയൊക്കെ എഴുതി, ഒരുപാട് വായിക്കാൻ ശ്രമിച്ചു. അതിനൊക്കെ അപ്പുറത്ത് അനുഭവങ്ങളുടേതായിട്ടുള്ള ശക്തമായ സ്വാധീനം എന്നിലുണ്ട്. അതൊക്കെ ചേർത്ത് ഞാൻ എഴുതുന്നു. ഒരു പൂർണ്ണതയുള്ള എഴുത്തുകാരനാവാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. കാരണം അഭിഭാഷക വൃത്തിക്ക് വേണ്ടിയും രാഷ്ട്രീയത്തിന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പൊതുപ്രവർത്തനത്തിന് വേണ്ടിയുമൊക്കെ സമയം മാറ്റിവെക്കുന്ന ഒരാളിനെ, 2 മേഖലയും തിരക്ക് പിടിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പൂർണ്ണതയിൽ എഴുതാൻ സാധിക്കില്ല. പക്ഷേ MD പോലുള്ള ആളുകൾ എന്നെ വിലയിരുത്തിയത് ഞാൻ ഓർക്കുന്നു. 2004 എൻ്റെ ആദ്യത്തെ കാലദാനം എന്ന കവിതാ സമാഹാരത്തിന് അദ്ദേഹമാണ് അവതാരം എഴുതിയത്. അതിൽ ഒരു പറഞ്ഞു, തിരക്ക് പിടിച്ച രാഷ്ട്രീയ അഭിഭാഷക ജീവിതത്തിനിടയിലും എന്തുകൊണ്ട് ശ്രീധരൻപിള്ള എഴുതാൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അദ്ദേഹം ഉത്തരം പറഞ്ഞു, മുറിവേറ്റ പ്രകൃതിക്കും സമൂഹത്തിനും ഒരു താരാട്ട് പാടണം എന്നതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നതെന്നുള്ള നിലക്ക് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ, എന്നെ പറ്റിയൊരു നല്ല വിലയിരുത്തലും ഞാൻ എന്നെ ഏറ്റവും ആഹ്ലാദചിത്തരായതും എനിക്ക് കൂടുതൽ എഴുതാൻ പ്രചോദനം നൽകിയതുമായി ഞാൻ 2004 കാലദാനത്തിൻ്റെ അവതാരികയിൽ അത് എഴുതിയത് ഓർക്കുകയാണ്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, അങ്ങയുടെ രചനകളിൽ ഇപ്പോൾ ഓരോ രചനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് പ്രകാശനം ചെയ്യുമ്പോഴും എല്ലാം അത് വാർത്തയാകുന്നത് അത് അങ്ങ് എഴുതുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. കാരണം പല പോർട്ട്ഫോളിയോസ് കയ്യിൽ ഉള്ളപ്പോഴും അതിൽ ആ പദവിയിൽ അഭിരമിക്കാതെ എഴുത്തിൻ്റെ വഴിയിലൂടെ, പരീക്ഷണങ്ങളല്ല എഴുത്തിൻ്റെ വഴിയിലായാലും സ്വീകരിക്കുന്നത്, യാഥാർത്ഥ്യബോധത്തോടെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രചനകളാണ്. അത് സാഫല്യം തേടുന്ന സ്വാതന്ത്ര്യമായാലും, പുന്നപ്ര വയലാർ കാണാപ്പുറങ്ങളായാലും, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് എഴുതുമ്പോഴായാലും, നോസ്ട്രഡാമസ് ആയാലും, ലേഖന സമാഹാരമായ സാക്ഷ്യമായാലും, ഈ കലാധനമായാലും, ബോൺസായി ആയാലും, അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ ഉണ്ടാകണം രചനകൾക്ക് എന്നത് അങ്ങ് ബോധപൂർവം എടുത്ത ഒരു തീരുമാനമാണോ? ഇത്രയും രചനകൾ പിന്നിട്ട ഒരാളെന്ന നിലയിലാണ് ഈ ചോദ്യം. തീർച്ചയായിട്ടും ബോധപൂർവം. പിന്നെ ഇതൊരു പ്രോസസ്സാണ്. എഴുതുക എന്ന് ഞാൻ പറഞ്ഞല്ലോ, എഴുത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച് പൂർണ്ണ എഴുത്തുകാരായി മാറുന്നവർക്ക് അതിൻ്റെ അകത്തിൽ അത്ഭുതകരമായി മുന്നേറാൻ സാധിക്കും. എന്നെപ്പോലെ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉദാഹരണം, ഞാൻ അഭിഭാഷകനായിരുന്ന സമയത്തും എല്ലാവരും അഭിഭാഷകനായിട്ട് ഞാൻ തീരെ മോശമല്ലാത്തൊരു അഭിഭാഷകനാണെന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ സമയത്തിന് രാവിലെ കക്ഷികൾ വരും, അവരോട് സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പം ഒരാശയം കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അന്നേരം 2 വരി അത് കവിതയായിട്ടൊക്കെ എഴുതി വെക്കും, അല്ലെ പോയിൻ്റാണെങ്കിൽ പോയിൻ്റായിട്ട് എഴുതി വെക്കും.